ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ വോട്ടർമാർക്ക് പറയാനുള്ളത് എന്താണ്? വോട്ടർമാരുടെ അഭിപ്രായം തേടിയുള്ള TCVയുടെ ജനഹിതയാത്ര തുടരുകയാണ്. കലാലയത്തിലെ കന്നി വോട്ടർമാർ അടക്കമുള്ളവരുടെ പ്രതികരണം തേടി ഇന്ന് ജനഹിതയാത്ര എത്തി നിൽക്കുന്നത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ. ഇവിടുത്തെ കലാലയ വോട്ടർമാർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതികരിക്കുകയാണ്. അത് നമുക്ക് ചോദിച്ചറിയാം. ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഒരു മതേതരത്വ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യം അതുപോലെ തന്നെ ലിംഗനീതിയൊക്കെ നടപ്പിലാക്കുന്ന ഒരു തരം ഗവൺമെൻറ് ആയിരിക്കും എൻ്റെ വോട്ട്. വലിയ റെവല്യൂഷനൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. വലിയൊരു ഫ്രഞ്ച് റെവല്യൂഷനോ റഷ്യൻ റെവല്യൂഷനോ പോലുള്ള വലിയ റെവല്യൂഷനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് താങ്ങാവുന്ന കോമൺ പീപ്പിളിന് ഒന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന പ്രതീക്ഷിക്കുന്നു. കന്നി വോട്ടാണ്, അതുകൊണ്ട് തന്നെ എന്തായാലും വോട്ട് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ക്ലാസ്സിൽ കുറച്ച് പേരൊക്കെ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഒരു നിഷ്ക്രിയത്വം കണ്ടിട്ട് വോട്ട് ചെയ്യണില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്തായാലും വോട്ട് ചെയ്യും. അത് ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒരാൾക്കായിരിക്കും എന്തായാലും വോട്ട് ചെയ്യുക. ഏത് യുവതലമുറ വന്നാലും തിരഞ്ഞെടുപ്പിന് വേണ്ടി അവർ കുറേ കാശ് ചെലവാക്കുന്നു. സോ അതിനുശേഷം അവരത് അഴിമതിയിലൂടെയാണ് തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ആ ഒരു ട്രെൻഡ് ഇപ്പോഴും കാണുന്നുണ്ട്. ഒരിക്കലും പാർട്ടി മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന അല്ല, ഒരു വ്യക്തിയുടെ എത്ര കാലിബർ ഉണ്ടെന്ന് നോക്കി തന്നെയായിരിക്കും ഞാൻ വോട്ട് ചെയ്യുന്നത്. ഇത് എൻ്റെ ആദ്യ വോട്ടാണ്. അതൊരിക്കലും ഞാനൊരു നിഷേധ വോട്ടായിട്ട് ഇതാക്കാൻ ആഗ്രഹിക്കുന്നില്ല. യൂത്ത് പോലുള്ള ആൾക്കാർ വന്നായിരിക്കും രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ നല്ലതെന്ന് തോന്നാറുണ്ട്. കാരണം പഴയ ആൾക്കാർ എപ്പോഴും അവരൊരു പഴകിയ ഐഡിയാസ് ആയിരിക്കും. പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് കുറച്ച് എന്താ പറയുക, പുതിയ ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ അത് ഇത്തിരി ദീർഘവീക്ഷണത്തോടെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വികസനം എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലിപ്പോൾ ഈ ഇലക്ഷൻ വരുമ്പോഴാണ് നടക്കാറുള്ളൂ. സാധാരണ ഈ ഇലക്ഷൻ വരുമ്പോൾ നടക്കുന്നതല്ലാണ്ട് എല്ലാ സമയത്തും നടക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ വികസനം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നാട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു മാതൃകയും സമൂഹത്തിന് നല്ലതും ചെയ്യുന്ന ഒരു MP. വാഗ്ദാനങ്ങൾ പറയലുണ്ട്, ഒന്നും ചെയ്ത് കാണിക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെയായാലും ജീവിച്ചാൽ മതി. ഏത് പാർട്ടി ഭരിച്ചാലും ഞങ്ങൾക്കൊരു വിധം ജീവിച്ചു പോയാൽ മതി. പിന്നെ ഇപ്പോഴത്തെ വിലക്കയറ്റം ഒക്കെ ഒരു പ്രശ്നമാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം മേടിക്കാനും എല്ലാ കേസിനും ബുദ്ധിമുട്ട് തന്നെയാണ്. അതിപ്പോൾ ഭരണം വന്നാലും ഇപ്പോൾ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാടിന് വേണ്ടി എത്രയും നന്നായിട്ട് ചെയ്യണു, അവർക്ക് വേണ്ടിയിട്ടായിരിക്കും വോട്ട് ചെയ്യുക. ഏതൊരു കാര്യത്തിലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഒത്തിരി നടക്കുമ്പോഴും അഴിമതിയും ഒരുപോലെ നടക്കുന്നുണ്ട്. വികസനം എല്ലാം വേണം. പുതിയ പാർട്ടികൾ വരുന്നുണ്ട്, ആം ആദ്മി പാർട്ടികൾ പോലുള്ള. പക്ഷെ എല്ലാം തന്നെ എലക്ഷൻ സമയത്ത് മാത്രമാണ് അവരുടെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ കാണുന്നുള്ളൂ എന്നുള്ളത് മാത്രമാണ്.